മുച്ചക്രവാഹനത്തിൽ എത്തി പെരിയാറ്റിൽ വഞ്ചിയുമായി മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന കീരമ്പാറ സ്വദേശിയാണ് തോമസ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വല വെള്ളത്തിനടിയിൽ കുടുങ്ങി ജീവിതം തന്നെ നിശ്ചലമാവുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒടുവിൽ സഹായവുമായി എത്തിയത് കോതമംഗലം ഫയർഫോഴ്സ്. സ്കൂബ ടീമിന്റെ തെരച്ചിലിൽ മരക്കൊമ്പിൽ കുടുങ്ങിയ വല കണ്ടെത്തി തിരികെ കൈമാറി. 1 മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വല വീണ്ടെടുക്കാനായത്. ജീവിതത്തിന്റെ കരുത്തായി മാറിയ ആ വല തിരികെ കിട്ടിയപ്പോൾ തോമസിന്റെ മുഖത്ത് വീണ്ടും പ്രതീക്ഷയുടെ പ്രകാശം പകർന്നു. സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷാ, സേനാംഗങ്ങളായ സിദ്ദിഖ്, സൽമാൻ, അജിനാസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വല വീണ്ടെടുക്കാൻ ഏകദേശം 1 മണിക്കൂറോളം പരിശ്രമിക്കേണ്ടി വന്നു എന്നും സഹായം ആവശ്യമുള്ളവർ 101 എന്ന നമ്പറിൽ വിളിച്ചാൽ ഫയർഫോഴ്സിന്റെ സേവനം സൗജന്യമായി ലഭിക്കുമെന്നും സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷാ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 12:15 തോമസ് എന്ന തട്ടേക്കാട് സ്വദേശിയായ യുവാവ്, അദ്ദേഹത്തിന് കാലിന് കുറച്ച് സ്വാധീനക്കുറവുണ്ട്, ചെറിയ ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹം തൻ്റെ ഉപജീവന മാർഗമായ വല നഷ്ടപ്പെട്ടെന്നൊരു ഒരു സന്ദേശമായിട്ട് കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെത്തുകയും തുടർന്ന് നിലയത്തിലെ സ്കൂബ ടീം വാഹനവും ഡിങ്കിയും OB എഞ്ചിനുമായിട്ട് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. തുടർന്ന് ഏകദേശം കരയിൽ നിന്ന് 1 കിലോമീറ്ററോളം മാറി വെള്ളത്തിലെ അടിയിൽ ഒരു മരക്കൊമ്പിൽ കുടുങ്ങിക്കിടന്ന അവസ്ഥയിലുണ്ടായിരുന്ന വല സ്കൂബ ടീം സ്കൂബ ഉപയോഗിച്ച് ഇറങ്ങി 20 ആഴ്ചയിൽ രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പണിപ്പെട്ട് ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ പോലും സേനാംഗങ്ങളായ SFRO ശ്രീ സിദ്ദീഖ്, FRO ശ്രീ സൽമാൻ എന്നിവർ സ്കൂബ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അടിയിൽ ഏകദേശം 1 മണിക്കൂറോളം ബുദ്ധിമുട്ടി വലയിൽ കുടുങ്ങിയ മരക്കഷ്ണം നീക്കം ചെയ്ത് വല ഡിങ്കിയിലേക്ക് കയറ്റുകയും ചെയ്തു. തുടർന്ന് അവിടുന്ന് സേന കരയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് വല കൈമാറുകയും ചെയ്തു. അദ്ദേഹം നേരിട്ടാണ് സംഭവ സ്ഥലത്തു നിന്നും നിലയത്തിലേക്ക് എത്തിയത്. നേരിട്ടെത്തേണ്ട കാര്യമില്ല. ഏകദേശം നമുക്ക് 101 എന്നുള്ളൊരു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫയർഫോഴ്സിന്റെ സേവനം തികച്ചും സൗജന്യമായിട്ട് ഏതൊരു അടിയന്തര സാഹചര്യം കിട്ടുന്നതാണ്. എൻ്റെ പേര് അജ്മൽ ഷാ, കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസറാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ സ്കൂബ ടീമിലുണ്ടായിരുന്ന സിദ്ദീഖ്, SFRO സിദ്ദീഖ്, FRO സൽമാൻ, FRO അജിനാസ് എന്നിവരാണ്. വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോയ തന്റെ ഉപജീവനമാർഗമായ വല ഫയർഫോഴ്സ് ടീം എടുത്തു തന്നത് എനിക്ക് വലിയ സഹായമാണ്. ഫയർഫോഴ്സിനോട് നന്ദിയുണ്ട് എന്ന് തോമസ്. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ഞാൻ ഇവിടെ പെരിയാറിൽ തട്ടേക്കാട് ഭാഗത്ത് വലയിട്ട് ഉപജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വലയിലൊരു മീൻ കയറിയിട്ട് വല നിലവിൽ വലിയ മരക്കൊമ്പിൽ വെള്ളത്തിനടിയിലുള്ള വലിയ വേരയിലേക്ക് പോയി ഉടക്കി. എനിക്ക് ഉടക്കി നിന്നു. ഇത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എടുക്കാൻ നോക്കിയിട്ട് നടക്കണ്ടായില്ല. ഇത് എൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ടൊരു വലയാണ്. വളരെ വല കുറവാണ്. ഇതിനകത്ത് വലിയ മീനുകളൊക്കെ പിടിക്കുന്ന ഒരു വലയാണ്. അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. നിലവിൽ ഒരു നിവൃത്തിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫയർഫോഴ്സിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ അവരൊന്ന് സമീപിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സമീപിച്ചാണ്. കേട്ട ഉടൻ തന്നെ അവർ വന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ വന്നു. എനിക്ക് ആഴങ്ങൾ ഇന്നത്തെ ആഴ്ചയിലാണ് വല ഉടക്കിയിരുന്നത്. അത് ഇറങ്ങി നല്ല പണിപെട്ട് അത് എനിക്ക് എടുത്ത് തന്നു. ഞാൻ അവരോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്.